ഹായ് ഡിസോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സ്മാർട്ട് വാച്ച് ആണ് ഡിസോ വാച്ച് 2 സ്പോർട്സ്. ഡിസോ വാച്ച് 2യുടെ ഒരു അപ്ഗ്രേഡേഷൻ ആണ് ആക്ച്വലി ഈ ഒരു ഡിസോ വാച്ച് 2 സ്പോർട്സ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുന്നതിലൂടെ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് 2000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ അല്ലെങ്കിൽ 2490 വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറഞ്ഞത്. ഏറ്റവും മുന്നിലായിട്ട് ഡിസോ വാച്ച് 2 സ്പോർട്സ് എന്നും കൂടാതെ വാച്ചിൻ്റെ ഫോട്ടോയും റിയൽമി ടെക് ലൈഫിൻ്റെ ലോഗോയൊക്കെ ഉണ്ട്. ഇടതുവശത്തും ഡിസോയുടെ ലോഗോയും റിയൽമി ടെക് ലൈഫിൻ്റെ ലോഗോയാണ്. വലതുവശത്ത് നോക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. 4.3 സെൻറ്റിമീറ്റർ ബ്രൈറ്റ് ഫുൾ ടച്ച് സ്ക്രീൻ, 110+ സ്പോർട്സ് മോഡ്സ്, ബ്ലഡ് ഓക്സിജൻ ആൻഡ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, 5 ATM വാട്ടർ റെസിസ്റ്റൻസ്, 10 day ബാറ്ററി ലൈഫ് ആൻഡ് 150+ സ്റ്റൈലിഷ് വാച്ച് ഫേസസ്. ഏറ്റവും പറയുന്നത് നോക്കുവാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ജനുവരി 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 3499 രൂപയാണ്. എന്നാൽ നമുക്കിത് ഇപ്പോൾ ഓഫർ സമയത്ത് വാങ്ങിക്കാൻ പറ്റുന്നത് 2000 രൂപയായിരുന്നു. അതല്ലെങ്കിൽ 2499 ഒരു പ്രോഡക്റ്റിൻ്റെ വില മാറിയിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് അതിൻ്റെ വില 2499 രൂപയായിരിക്കാം. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയുമാണ്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് പൊട്ടിക്കുവാണെങ്കിൽ വാച്ച് മുന്നിൽ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലാണ്ട് കൂടെ കിട്ടുന്നത് ഒരു യൂസർ ഗൈഡും കൂടാതെ നമ്മുടെ ചാർജിങ് കേബിൾ. യെസ്, നോർമലി നമുക്ക് എല്ലാ വാച്ചുകളുടെയും കൂടെ കിട്ടുന്ന രീതിയിലുള്ളൊരു ചാർജിങ് കേബിൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസോ വാച്ച് 2 സ്പോർട്സ്. എന്തായാലും ഫിസിക്കലി ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ടും കൂടാതെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നത്. 4.3 സെൻറ്റിമീറ്റേഴ്സ്, അതായത് 1.69 ഇഞ്ച് ബ്രൈറ്റ് ഫുൾ ടച്ച് സ്ക്രീനോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ 2.5D ഒരു കേർവ്ഡ് ഗ്ലാസും ഇതിൻ്റെ വാച്ചിൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. പോളികാർബണേറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഒരു ബോഡി നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ പോളികാർബണേറ്റ് ആയിരുന്നെങ്കിൽ നമ്മുടെ വാച്ച് 2ൽ അത് സിങ്ക് ആയിരുന്നു. അതാണ് ചെറിയൊരു ഡിഫറൻസ് ഈ രണ്ട് പ്രോഡക്റ്റുകൾ തമ്മിൽ. വലതുവശം നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതേപോലെ തന്നെ പുറകിൽ നോക്കുവാണെങ്കിൽ ചാർജിങ് പോർട്ടും കൂടാതെ SpO2 ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങിൻ്റെ സെൻസേഴ്സും ഒക്കെ ഉണ്ട്. സിലിക്കൺ സ്ട്രാപ്സ് ആണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ള സ്ട്രാപ്പിലേക്ക് മാറാം. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നോയ്സിന്റെ പൾസ് ബ്രാൻഡിൽ നമ്മൾ കണ്ടതുപോലെ നമ്മൾ ഏത് കളറാണോ ചൂസ് ചെയ്യുന്നത് ആ ഒരു കളറാണ് ഇപ്പോൾ ഈ ഒരു ബോഡിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു ബ്ലൂ കളർ മാറിയിട്ട് വേറൊരു സ്ട്രാപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ബോഡിയോട് മാച്ച് ചെയ്തില്ലെങ്കിൽ കാണാനായിട്ട് വളരെ എന്താ പറയുക ഒരു സുഖക്കുറവ് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂ ഇഷ്ടമല്ല, മറ്റൊരു കളർ വേണമെങ്കിൽ ബ്ലാക്ക്, പിങ്ക്, ഗ്രേ, റെഡ് എന്നിങ്ങനെ മറ്റ് 4 കളേഴ്സിൽ കൂടി ഈ ഒരു വാച്ച് അവൈലബിൾ ആണ്. ഏതിനാണെങ്കിലും നമ്മുടെ ബോഡിയിൽ നമ്മൾ ഏത് കളറാണോ ചൂസ് ചെയ്യുന്നത് ആ ഒരു കളർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഫിസിക്കലി ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുക. ഇനി നമുക്ക് സ്മാർട്ട് വാച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് അടിപൊളി, നമ്മുടെ വാച്ചിൽ എന്തായാലും ചാർജ് ഇല്ല. എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. 2000 years later. അപ്പോൾ വാച്ച് ചാർജ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ലാംഗ്വേജ് ചൂസ് ചെയ്യാനാണ്. എന്തായാലും ഞാൻ ഇവിടെ ഇംഗ്ലീഷ് കൊടുത്തു. ലാംഗ്വേജ് ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ നമുക്ക് നമ്മുടെ ഡിസോ ആപ്പായിട്ട് ഇതൊന്ന് ബൈൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ മൊബൈലിൽ ജസ്റ്റ് ഒന്ന് ഡിസോ ആപ്പ് ബൈൻഡ് ചെയ്യാം. ബൈൻഡ് ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. ഞാൻ ഓൾറെഡി നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കുറച്ച് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഡിസോ വാച്ച് 2, ഡിസോ വാച്ച് R, അതുപോലെ തന്നെ ഡിസോ വാച്ച് 2 സ്പോർട്സ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇത് നമുക്ക് ചൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബാർകോഡ് വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ എന്തായാലും ഡിസോ വാച്ച് 2 സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് നോക്കുവാണ്. അപ്പോൾ അതേ ഇവിടെ കാണാം നമ്മുടെ ഡിസോ വാച്ച് 2 സ്പോർട്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇതേ വെയിറ്റിംഗ് ഫോർ കൺഫർമേഷൻ വന്നിട്ട് എഗ്രി ടു ദ ഫോൺ ബൈൻഡിങ് റിക്വസ്റ്റ് വന്നു. അത് ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ ബൈൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് എക്സ്പീരിയൻസ് കൊടുക്കാം. കണ്ടോ? അപ്പോൾ അതേ നമ്മുടെ വാച്ച് ഈ ഒരു ആപ്പുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. ലിങ്ക് ആകുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെ സമയവും അതുപോലെ തന്നെ ഡേറ്റും ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ 600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം സൺസെറ്റിലൊക്കെ പോയാലും നമുക്കിതിൽ വിസിബിലിറ്റി നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. ഇനി നമ്മുടെ യൂസർ ഇൻ്റർഫേസിലേക്ക് വരുവാണെങ്കിലും മറ്റുള്ള റിയൽമിയുടെ വാച്ചുകളിലാണെങ്കിലും അതുപോലെ തന്നെ ഡിസോയുടെ വാച്ചുകളിലാണെങ്കിലും കാണാൻ സാധിക്കുന്ന വളരെ സ്മൂത്ത് ആയിട്ടുള്ളതും കളർഫുൾ ആയിട്ടുള്ളൊരു UI തന്നെയാണ് ഇവിടെ നമ്മുടെ ഡിസോ വാച്ച് 2 സ്പോർട്സിലും കാണാൻ സാധിക്കുന്നത്. വാച്ച് ഓൺ ആയി വരുമ്പോഴത്തേക്കുള്ള ഡീഫോൾട്ട് വാച്ച് ഫേസ് ഇതാണെങ്കിലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വാച്ച് ഫേസസ് ഇങ്ങനെ തന്നെ മാറ്റാൻ സാധിക്കും. അറ്റ് എ ടൈം നമുക്ക് 4 എണ്ണം മാത്രമേ ഈ ഒരു വാച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ 150 പരം വാച്ച് ഫേസസ് നമ്മുടെ ഡിസോ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഇനി അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫോട്ടോയൊക്കെ വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് ഈ ഒരു ഡിസോ ആപ്പ് വഴി പറ്റുന്നതാണ്. എന്നാലും അതൊക്കെ തന്നെ ഞാൻ ഡിസോ ആപ്പ്
ആപ്പ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് കാണിച്ചു തരുന്നതാണ്. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ക്വിക്ക് ഷോർട്ട് കട്ട്സ് ഉണ്ട്. കൂടാതെ ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്തിൻ്റെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ 65% ബാറ്ററി എത്ര ഉണ്ടെന്ന് പറയുന്നുണ്ട്. കൂടാതെ മാസവും ഡേറ്റും ദിവസവും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഐക്കൺസ് നോക്കുവാണെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ബ്രൈറ്റ്നസ്, പവർ സേവിംഗ് മോഡ്, റേസ് ടു വേക്കപ്പ്, ഫ്ലാഷ്, സെറ്റിംഗ്സ് എന്നിങ്ങനെ 6 ഷോർട്ട് കട്ട്സ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ആക്ടിവിറ്റി റെക്കോർഡ്സ് ഉണ്ട്. കൂടാതെ സ്ലീപ്പ് റെക്കോർഡ്സ് ഉണ്ട്, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, വെതർ ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിക് കൺട്രോളും ഉണ്ട്. മ്യൂസിക്കിൽ നമുക്ക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും അതുപോലെ തന്നെ നെക്സ്റ്റ് ട്രാക്കിലേക്കും പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാൻ പറ്റും. കൂടാതെ വോളിയം അപ്പ് ആൻഡ് ഡൗണും ഒക്കെ നമുക്ക് ഈ ഒരു വാച്ച് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ആണ്. എന്തായാലും നമ്മൾക്ക് ഏതൊക്കെ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വേണം അത് ഈ ഒരു ഡിസോ ആപ്പിൽ പോയിട്ട് ആക്സസ് കൊടുത്താൽ മാത്രമേ ഇതിനകത്ത് വരത്തുള്ളൂ. അതും ഞാൻ എന്തായാലും ഈ ഒരു ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം. കോളും ആക്ച്വലി നമുക്ക് ഇതിനകത്ത് വരും. എന്നാൽ കോൾ റിമൈൻഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് മൊബൈൽ ലൗഡ് ആണെങ്കിൽ നമുക്കത് സൈലൻറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ കട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ഇവർ എഴുതിയിരുന്നത് നമുക്ക് ക്വിക്ക് റിപ്ലേസ് കൊടുക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ അതൊരു സംഭവം ഇതിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇനി താഴേന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ആക്ടിവിറ്റി ഡേറ്റയാണ്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്. ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആയാലും അതുപോലെ തന്നെ SpO2 ആയാലും ഇതൊക്കെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് എന്താ പറയുക പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് കണ്ടിട്ട് കൺഫേം ചെയ്യല്ലേ. എന്നാൽ സെൻസേഴ്സ് വർക്കിംഗ് ആണ്. എന്നാൽ അത് ആക്യുറേറ്റ് ആണോ എന്ന് ചെറിയ സംശയമുണ്ട്. സെൻസേഴ്സ് വർക്കിംഗ് ആണെന്ന് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതേപ്പോൾ കണ്ടോ, ഞാൻ ബോർഡിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മെഷർ ഫെയിൽഡ്, വെയർ യുവർ വാച്ച് ക്ലങ് ടു സ്കിൻ ആൻഡ് കീപ് യുവർ റിസ്റ്റ് സ്റ്റിൽ. അതായത് നമ്മൾ വാച്ച് പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്നുമായിട്ട് ചേർത്ത് വെച്ചാൽ മാത്രമേ ആ ഒരു ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ SpO2 ആണെങ്കിലും നമുക്ക് അറിയണമെങ്കിൽ ഇതുപോലെ നമ്മുടെ സ്കിന്നുമായിട്ട് ചേർന്നിരിക്കണം. അതല്ലെങ്കിൽ നേരത്തെ കണ്ട ആ ഒരു വാർണിംഗ് മെസ്സേജ് വരുന്നതാണ്. അതുപോലെ തന്നെ സ്ലീപ്പ് റെക്കോർഡ് ഉണ്ട്, വർക്കൗട്ട് ഉണ്ട്. വർക്കൗട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു 16 വർക്കൗട്ട്സ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇതല്ലാതെ നമുക്ക് 110 മുകളിൽ വർക്കൗട്ട്സ് ഡിസോ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ അറ്റ് എ ടൈം ഇതിനകത്ത് വർക്കൗട്ടിൽ നോക്കുവാണെങ്കിലും 16 മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വർക്കൗട്ടിൽ ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് സൈക്ലിങ്ങിന് പോയപ്പോഴത്തേക്ക് ഒരു വാച്ചാണ് യൂസ് ചെയ്തത്. അതിനകത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതായത് GPS കണക്റ്റഡ് അല്ല. എന്നാൽ ഇവരുടെ ഈ ഒരു വെബ്സൈറ്റ് കയറിയപ്പോൾ തന്നെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് വിത്ത് ഡിസോ ആപ്പ് എന്ന് എഴുതിയിട്ട് അതിൽ ഉണ്ടായിരുന്നു GPS റണ്ണിംഗ് റൂട്ട് ട്രാക്കിംഗ്. അത് നമുക്ക് ഫേം വെയർ അപ്ഡേറ്റ് വരും. അത് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുമെന്നായിരുന്നു. എന്നാൽ ഞാൻ ഫേം വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടും ഈ ഒരു GPS റണ്ണിംഗ് ട്രാക്കിംഗ് ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി സൈക്ലിങ്ങിനില്ല, വാക്കിങ്ങിനും റണ്ണിങ്ങിനും ഉള്ളൂവെങ്കിൽ ഓക്കെ ആണ്. എന്നാൽ അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ഒന്നെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കൂടാതെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വർക്കൗട്ട് റെക്കോർഡ്സ് ആണ്. കൂടാതെ അലാം ഉണ്ട്, വെതർ ഉണ്ട്. വെതറിൽ നേരത്തെ കണ്ടത് തന്നെയാണ്, 3 ദിവസത്തെ വരെ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, ടൈമർ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ക്യാമറയുണ്ട്. ഈ ഒരു ക്യാമറ ആണെങ്കിൽ പോലും നമ്മുടെ മൊബൈൽ ഫോണിലെ ഇൻബിൽറ്റ് ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. ഡിസോ ആപ്പിൻ്റെ ഒരു ക്യാമറ ഉണ്ട്, അതിൽ യൂസ് ചെയ്താൽ മാത്രമേ ഇത് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടാതെ ബ്രെത്ത് ട്രെയിനിങ് ഉണ്ട്. നമുക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നമ്മൾ ഒരു ഭയങ്കര സ്ട്രെസ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബ്രെത്ത് ട്രെയിനിങ് എടുക്കാം. കൂടാതെ ഫൈൻഡ് മൈ ഫോൺ ഉണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ ഹെൽത്ത് ഉണ്ട്, സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സിൽ നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ വാച്ച് ഫേസസ് ആണ്. കൂടാതെ സ്ക്രീൻ ടൈം ഉണ്ട്. 5 മുതൽ 30 സെക്കൻഡ് വരെയാണ് നമുക്ക് സ്ക്രീൻ ടൈം ഉള്ളത്. 30 സെക്കൻഡ് നിങ്ങൾ ഇട്ട് കളയല്ലേ, ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് 30 സെക്കൻഡ് ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ആവശ്യമേ നമുക്കുള്ളൂ. ഇനി മെനു സ്റ്റൈൽ ഉണ്ട്. മെനു സ്റ്റൈലിൽ 9 ഗ്രിഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ലിസ്റ്റ് സ്റ്റൈൽ ഉണ്ട്. 9 ഗ്രിഡ്സ് ഓൺ ആക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഇനി അതല്ല നിങ്ങൾ ലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ആയിരിക്കും എന്നുള്ളതാണ്. കൂടാതെ വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി ഉണ്ട്. ഇപ്പോൾ സോഫ്റ്റ് ആണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വൈബ്രേറ്റഡ് ആവണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓഫ് ചെയ്യാം. ഇനി അതല്ല സ്ട്രോങ്ങിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ലാംഗ്വേജ് നമുക്ക് ഇനി ഇംഗ്ലീഷ് അല്ല വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ചൂസ് ചെയ്യാൻ പറ്റും. കൂടാതെ ഫിറ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിനകത്ത് ഗോൾ അച്ചീവ്ഡ്, ഡ്രിങ്ക് വാട്ടർ റിമൈൻഡർ, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, അതുപോലെ തന്നെ സെഡൻറ്ററി റിമൈൻഡർ ഉണ്ട്. ഈ ഒരു സെഡൻറ്ററി റിമൈൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യാനൊക്കെ പറയും. കൂടാതെ ഡ്രിങ്ക് വാട്ടർ എന്ന് പറയുന്നത് ഡ്രിങ്ക് വാട്ടർ ആൻഡ് റിലാക്സ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് ഇവരെന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഗോൾ അച്ചീവ്ഡ് എന്ന് വെച്ചാൽ ഡിസോ ആ ഒരു ആപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. കൂടാതെ ബാറ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കറണ്ട് എത്ര ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ടെന്ന് കാണിക്കും. കൂടാതെ പവർ സേവിംഗ് മോഡ് നമുക്ക് ഇവിടെ ഉണ്ട്. QR കോഡ് ഉണ്ട്, പവർ ഓഫ് ഉണ്ട്, റീസെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എബൌട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വാച്ച് അതിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ UIയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആപ്പിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത്. ഹലോ ദീപക് ജെ ഭാസി, ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെതർ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഇന്ന് ഞാൻ
എത്ര സ്റ്റെപ്പ് നടന്നു, അതുപോലെ തന്നെ കാലറീസ് എത്ര ബാൻ ചെയ്തെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡയൽ സെൻറ്റേഴ്സ് ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഒരു വാച്ച് ഫേസസ് ചൂസ് ചെയ്യാം. അത് ന്യൂവസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കസ്റ്റം ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഡിജിറ്റ് സിമ്പിൾ ഉണ്ട്. ഏത് കാറ്റഗറിയിൽ നിങ്ങൾക്ക് വാച്ച് ഫേസ് ആണോ അതൊക്കെ തന്നെ നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാം. ഈ ഒരു കസ്റ്റമിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ടെക്സ്റ്റ് കളർ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ വൈറ്റ് ആണെങ്കിൽ പോലും കണ്ടോ, ഞാൻ ഇപ്പോൾ ഗ്രീൻ ആക്കിയപ്പോൾ ഗ്രീൻ വന്നുണ്ടോ. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ നമ്മുടെ ആൽബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നമ്മുടെ സ്വന്തം ഫോട്ടോ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് നമുക്കത് സിങ്ക് ഡയൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വാച്ചിൽ ആ ഒരു ഫോട്ടോ ആയിരിക്കും പിന്നെ വാച്ച് ഫേസ് ആയിട്ട് വരുന്നത്. കൂടാതെ സ്ലീപ്പ് റെക്കോർഡ് നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും SpO2 ഒക്കെ തന്നെ ഉണ്ട്. ഇനി റെക്കോർഡ്സിലേക്ക് പോകുവാണെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി റെക്കോർഡാണ്. ഞാൻ ഓൾറെഡി ഇന്നലെ സൈക്ലിങ്ങിന് പോയ സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ സൈക്ലിങ്ങിൽ പോകുന്ന സമയത്ത് ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ എവിടെയെങ്കിലും നിൽക്കുവാണെങ്കിൽ അത് പോസ് ആവത്തില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ ഇത് മാനുവലി പോസ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 മണിക്കൂർ 23 മണിക്കൂർ, ഞാൻ ആക്ച്വലി 1 മണിക്കൂർ മാത്രമാണ് സൈക്കിൾ ഓട്ടെങ്കിൽ പോലും ഇത്രയും സമയം, അതായത് ഞാൻ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പോയി നിന്നപ്പോഴാണ് ഈ ഒരു 2 hours 23 minutes ആയത്. എന്തായാലും ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു GPS ട്രാക്കിങ്ങോ അതൊന്നും തന്നെ ഈ ഒരു മാപ്പിലൊന്നും കാണാൻ സാധിക്കില്ല, അല്ലാണ്ട് കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഇനി മീലേക്ക് വരുവാണെങ്കിൽ അവിടെ നമ്മുടെ ഡിസോ വാച്ച് 2 സ്പോർട്സ് എത്രയാണ് കണക്റ്റഡ് ആണെന്ന് 63% ബാറ്ററി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അവിടെ അപ്ഗ്രേഡ്, ഇവിടെയാണ് നമ്മുടെ ഫേം വെയർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കൂടാതെ യൂണിറ്റ്സ് നിങ്ങൾക്ക് സെന്റിമീറ്റർ വേണോ അതല്ല മീറ്റർ വേണോ കിലോമീറ്റർ വേണോ ഏതൊക്കെയാണെങ്കിലും നമ്മൾ യൂണിറ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. കൂടാതെ ടൈം ഫോർമാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ യൂസർ ഗൈഡ് ഉണ്ട്, ഫാക്ടറി റീസെറ്റ് ഉണ്ട്, മോർ സ്പോർട്സ് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 110 പരം സ്പോർട്സ് നമുക്ക് ഇതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് ഏത് വേണം, ബോക്സിംഗ് വേണോ, ഇനി അതല്ല ട്രെയിൽ റണ്ണിങ് വേണോ, ഇനി അതല്ല സ്കീയിങ് വേണോ, ഏതാണെങ്കിലും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് സിങ്ക്രണൈസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അൺബൈൻഡ് ഡിവൈസും ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും, അതായത് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണുമായിട്ട് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. ഇനി കാണാൻ സാധിക്കുന്നത് സ്വിച്ച് സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ സെയിം ആ ഒരു വാച്ച് ഫേസസ് ആണ്, അത് നമുക്ക് ഇവിടെയും വന്നിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. കൂടാതെ ക്യാമറ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, ക്യാമറ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മുടെ വാച്ച് വെച്ചിട്ട് നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇവരുടെ ഡിസോ ആപ്പിൽ വന്നിട്ട് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ നമ്മുടെ ക്യാമറ ഇവിടെ ഫോട്ടോ ക്യാപ്ചർ ആയിട്ടുണ്ട്. കൂടാതെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻസ് ഇതുപോലെ ഓഫ് ആയിരിക്കും, നമ്മളിത് വന്നിട്ട് ഓൺ ആക്കണം. ഓൺ ആക്കുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡിസോ ആപ്പ് ഓൺ ആക്കണം. ഈ ഡിസോ ആപ്പ് ഓൺ ആക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ കോൾ ആയിക്കോട്ടെ മറ്റുള്ള ഏത് ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻസ് ആയിക്കോട്ടെ അത് വാച്ചിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ആദ്യം ശ്രദ്ധിച്ചിട്ട് ഡിസോ ആപ്പ് തന്നെ നമ്മൾ ഇനേബിൾ ചെയ്യണം. കൂടാതെ കോൾ റിമൈൻഡർ ഉണ്ട്, അതുപോലെ തന്നെ റിമൈൻഡർ സെറ്റിംഗ്സ് ഉണ്ട്, കൂടാതെ ഹാർട്ട് റേറ്റ് സെറ്റിംഗ്സ്, അതുപോലെ തന്നെ ഫൈൻഡ് ഡിവൈസ് ഉണ്ട്. നമ്മുടെ വാച്ച് നമുക്ക് ഫൈൻഡ് ചെയ്യാം, അതുപോലെ തന്നെ വാച്ചിൽ നിന്ന് മൊബൈൽ ഫോണും ഫൈൻഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ബാക്ക്ഗ്രൗണ്ട് പെർമിഷൻ സെറ്റിംഗ്സ്, ഫാക്ക്, ഫീഡ്ബാക്ക് ആൻഡ് സജഷൻസ്, മോർ സെറ്റിംഗ്സിൽ പോയാലും എബൌട്ട് യൂസർ അഗ്രിമെന്റ്, പോളിസി, പ്രൈവസി ഇതൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ലോഗ് ഔട്ട് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡിസോ ആപ്പിലൂടെ നമ്മുടെ വാച്ച് കസ്റ്റമൈസും അതുപോലെ തന്നെ കൺട്രോളും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ 5 ATM വാട്ടർ റെസിസ്റ്റന്റ് ആണ് നമുക്ക് ഈ ഒരു വാച്ച് എന്ന് പറയുന്നത്. അതായത് നമുക്ക് 50 മീറ്റർ ഉള്ളിൽ വരെ ഈ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് നമുക്ക് ഡൈവ് ചെയ്യാൻ സാധിക്കും, വേറെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. കൂടാതെ ബാറ്ററി കപ്പാസിറ്റിയിലേക്ക് വരുവാണെങ്കിൽ 260 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിനകത്ത് നമുക്കുള്ളത്. 2 മണിക്കൂർ വേണം 100% ഈ ഒരു 260 mAh ചാർജ് ആകാനായിട്ട്. 10 ദിവസമാണ് ആ ഒരു ബാറ്ററി ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 20 days സ്റ്റാൻഡ് ബൈ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ 1 വർഷം നമുക്കിതിൽ വാറന്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു സ്മാർട്ട് വാച്ചിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡിസോ വാച്ച് 2 സ്പോർട്സ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2000 രൂപയ്ക്കുള്ളിൽ നമ്മളിത് വാങ്ങിച്ചാൽ ഉറപ്പായിട്ടും വർത്ത് ബൈങ് ആകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വാച്ച് തന്നെയാണ്. ഡിസോ വാച്ച് 2-നേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഈ ഒരു വാച്ച് 2 സ്പോർട്സ് കാണാൻ സാധിക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കളറുമാണ് ഈ, പ്രത്യേകിച്ച് ഈ ഒരു ബ്ലൂ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 2500 രൂപയ്ക്ക് വാങ്ങിക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസോയുടെ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും പോകാം. സെൻസേഴ്സ് മറ്റുള്ള അതായത് ഡിസോ വാച്ച് 2-നേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഇവിടെ തോന്നുന്നുണ്ട്. എന്തായാലും അതൊക്കെ തന്നെ ഡിസോ വാച്ച് 2-ഉം ഡിസോ വാച്ച് 2 സ്പോർട്സും നമ്മളൊരു കമ്പാരിസണിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. പിന്നെ വീണ്ടും എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും SpO2 ആണെങ്കിലും അതുപോലെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആണെങ്കിലും നമ്മൾ ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യൽ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുക. പിന്നെ റെഫറൻസ് വേണമെങ്കിൽ ഇതിന് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഡിസോ വാച്ച് 2 സ്പോർട്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.